നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ വിറകൊണ്ട ഒരു രാത്രി. ടെഹ്റാനുമേൽ ഇസ്രയേൽ പെയ്തിറക്കിയത് മാരക അഗ്നിമഴ. ഏറ്റവും മാരകമായ ആക്രമണങ്ങളിലേക്ക് കടക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശം. തൊട്ടുപിന്നാലെ അമേരിക്കൻ സൈന്യം അതിശക്ത ആക്രമണങ്ങളുമായി ഇറാന് നേർക്കടുക്കുന്നു. എന്നാൽ മറുവശത്ത് ഇന്നലെ ലോകം ശ്വാസമടക്കി നോക്കി നിന്നത് ഇസ്രയേൽ ആക്രമണങ്ങളെ. 200 പോർജെറ്റുകളാണ് ടെഹ്റാന് മുകളിലേക്ക് ഒരുമിച്ച് പറന്നു ചെന്നത്. 50ഓളം പോർജെറ്റുകൾ ഖമേനിയുടെ ബങ്കറിന് മുകളിൽ നിലയുറപ്പിച്ചു. പിന്നീട് ബങ്കറിലേക്ക് ബോംബ് മഴയാണ് അവർ വർഷിച്ചത്. ഏകദേശം 200ഓളം ബോംബുകൾ. മറുവശത്ത് ടെഹ്റാനിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം പൂർണ്ണമായി അവർ പൊടിപടലമാക്കി. ആക്രമണം കൂടുതൽ ശക്തിപ്പെടുന്നത് കണ്ട ഇറാൻ ഒരു തിരിച്ചടിക്കിറങ്ങി. അവരുടെ ആക്രമണം നീണ്ടത് UAE, ബഹ്റിൻ, സൗദി തുടങ്ങിയ ഇടങ്ങളിലേക്ക്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേർക്ക് ഒരു ചാവേർ ഡ്രോൺ ആക്രമണം. ഇതോടെ ഗൾഫ് അതീവ ജാഗ്രതയിൽ. പല മേഖലകളിലേക്ക് തിരിഞ്ഞ് അതിശക്തമായ ആക്രമണം. എന്നാൽ ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രത്യാക്രമണത്തിന് ഇറാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഇസ്രയേൽ തങ്ങളുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടി. USS എബ്രഹാം ലിങ്കണിന് നേർക്ക് ആക്രമണം നടത്തി എന്ന തലത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇറാൻ ഇതിനിടയിൽ രംഗത്ത് വന്നു. ചില ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അവർ പ്രദർശിപ്പിച്ചു. എന്നാൽ USS എബ്രഹാം ലിങ്കണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വ്യക്തമാക്കുന്ന നിരവധി ഫോട്ടോഗ്രാഫുകൾ US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടു. ഇതിനിടയിൽ അതിമാരകമായ ഒരു നീക്കമാണിപ്പോൾ ലോകം കാണുന്നത്. ഏറ്റവും മാരകമായ ആക്രമണങ്ങൾക്ക് അമേരിക്ക ഉപയോഗിക്കുന്ന 3ാം വിമാനവാഹിനി കപ്പൽ ഇത് മെഡിറ്ററേനിയൻ കടലിലേക്ക്. ഇറാനെ ലക്ഷ്യമാക്കി അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ പായുമ്പോൾ അത് നെഞ്ചിടിപ്പുണ്ടാക്കുന്നത് ഇറാന് മാത്രമല്ല, ഗൾഫ് മേഖലയ്ക്ക് മൊത്തത്തിലാണ്. ഇറാനെ മാരകമായി ആക്രമിക്കാനുള്ള 3ാമത് നീക്കം. USS ജോർജ് H.W. ബുഷ് വ്യാഴാഴ്ചയാണ് വിന്യാസമൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ ഇറാന് നേർക്ക് തിരിഞ്ഞിരിക്കുന്നത്. കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുകൾ ചെയ്യേണ്ട സംയുക്ത യൂണിറ്റ് പരിശീലനത്തിന് ശേഷം ഇപ്പോൾ വിമാനവാഹിനി കപ്പൽ നേരെ മെഡിറ്ററേനിയൻ കടൽ ലക്ഷ്യമാക്കി തിരിച്ചു. ഈ വിമാനവാഹിനി കപ്പലിനൊപ്പം വലിയൊരു വിഭാഗം യുദ്ധക്കപ്പലുകൾ, വ്യോമ വിഭാഗം എന്നിവ ഒരുമിച്ചാണ് ഇതിന്റെ നീക്കം. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ഇപ്പോൾ ഇറാനെ ലക്ഷ്യമാക്കി നിലയുറപ്പിച്ചിരിക്കുന്നു. USS ജെറാൾഡ് ആർ ഫോർഡിന് പിന്നാലെയാണ് 3ാമത് വിമാനവാഹിനി കപ്പൽ ഇപ്പോൾ ഇറാന് ലക്ഷ്യം വയ്ക്കുന്നത്. അമേരിക്കൻ സൈന്യം പുറത്തുവിട്ട ചിത്രങ്ങളിൽ USS ജെറാൾഡ് ആർ ഫോർഡ് ഇപ്പോൾ ചെങ്കടലിലാണ്. മറുവശത്ത് യുദ്ധത്തിൽ കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് USS എബ്രഹാം ലിങ്കൺ അറബിക്കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. 3ാമത് വിമാനവാഹിനി കപ്പൽ കൂടി തങ്ങളെ ലക്ഷ്യം വെച്ചതോടെ ഇറാൻ കൂടുതൽ ജാഗ്രതയിലാണ്. ടെഹ്റാനിലും ഇസ്ഫഹാനിലുമൊക്കെ അതിശക്ത ആക്രമണങ്ങൾ നടത്തിയ ഇസ്രയേൽ സേന വീണ്ടും ടെഹ്റാൻ നഗരത്തിന് നേർക്കിപ്പോൾ കുതിക്കുകയാണ്. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ അതിശക്തമായപ്പോൾ ഇറാന്റെ നീക്കം മറ്റൊരു തലത്തിൽ. സൗദി അറേബ്യ, ബഹ്റിൻ, UAE എന്നീ രാജ്യങ്ങൾ അവർ ലക്ഷ്യമിട്ടു. കീഴടങ്ങൽ ആവശ്യം തള്ളിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇറാൻ പ്രസിഡന്റ് പെസഷ്ക്യാൻ പറഞ്ഞു, അമേരിക്ക ശവക്കുഴിയിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത് വെറുതെയാണ്. നിരുപാധിക കീഴടങ്ങൽ അവർ അവരുടെ ശവക്കുഴിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകേണ്ട ഒരു തീരുമാനത്തിലെത്തിക്കലാണ്. അതിന് ഇറാൻ വഴങ്ങില്ല. അമേരിക്കയും ഇസ്രയേലും അതിശക്തമായി ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തുമ്പോൾ ഗൾഫ് അറബ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാന്റെ തീവ്രമായ ആക്രമണം. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ തിരിഞ്ഞതോടെ ഇസ്രയേലിന്റെ ആക്രമണം വീണ്ടും വർദ്ധിപ്പിച്ചു. ഇതോടെ പെസഷ്ക്യാൻ ഒട്ടൊന്നു തളർന്നു. മസൂദ് പെസഷ്ക്യാൻ ഇതിനിടയിൽ അയൽ രാജ്യങ്ങളോടൊരു ക്ഷമാപണം നടത്തി. ഈ ക്ഷമാപണത്തിന് 1 മണിക്കൂറിനുള്ളിലാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേർക്ക് ഒരു ചാവേർ ഡ്രോൺ ഇരച്ചു ചെന്നത്. ഇറാൻ ആക്രമിച്ച അയൽ രാജ്യങ്ങളോട് താൻ ക്ഷമ ചോദിക്കുന്നുവെന്നാണ് പെസഷ്ക്യാൻ പറഞ്ഞത്. ഇനിയും അമേരിക്കയും ഇസ്രയേലും ആദ്യം ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, എന്നാൽ ഗൾഫ് രാജ്യങ്ങളെ അതിനു മുൻപ് ഞങ്ങൾ ആക്രമിക്കില്ല. ഇതാണ് പെസഷ്ക്യാന്റെ നിലപാട്. അമേരിക്കയിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ഇനി ഇറാനെതിരായ ആക്രമണം ഉണ്ടായില്ല എങ്കിൽ അയൽ രാജ്യങ്ങൾക്ക് നേരെ തങ്ങൾ ഇനി ആക്രമണം നടത്തില്ല. എന്നാൽ ഇറാന് നേർക്ക് വീണ്ടും അവർ ആക്രമണത്തിന് വന്നാൽ ഇനിയും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടാകുമെന്ന് പെസഷ്ക്യാന്റെ നിലപാട്. 3ാം വിമാനവാഹിനി കപ്പൽ കൂടി അമേരിക്ക ഇപ്പോൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് അയക്കുന്നതിൽ വ്യക്തമായ കണക്കുകൂട്ടലുകളുണ്ട്. USS ജോർജ് H.W. ബുഷിലെ ഗാറ്റ്ലിംഗ് ഗൺ എന്താണ് എന്ന് ലോകം ഉറ്റുനോക്കുന്നു. മിനിറ്റിൽ 4500 റൗണ്ട് ശേഷിയുള്ള ഒരു ആയുധമാണ്
ഈ വിമാനവാഹിനി കപ്പലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കരിയറിൻ്റെ 1 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ ഏതെങ്കിലും ഒരു ശത്രു പ്രവേശിച്ചാൽ 1 മിനിറ്റിൽ പിന്നീട് കപ്പലിൽ നിന്ന് പായുന്നത് 4500 റൗണ്ട് വെടിയുണ്ടകൾ. ആത്യന്തിക പ്രതിരോധത്തിൻ്റെ അവസാന വാക്കായി ഈ വിമാനവാഹിനി കപ്പലിനെ ചിലർ വിശേഷിപ്പിക്കുന്നു. USS ജോർജ് H.W. ബുഷ് മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കുമ്പോൾ എസ്കോട്ട് ഡെസ്ട്രോയറുകളുടെയും ഫൈറ്റർ ജെറ്റുകളുടെയും ഒരു വലിയ നിരയാണ് അതിനെ അനുഗമിക്കുന്നത്. ബഹുതല കവചം കൊണ്ട് ഏറെ പ്രത്യേകതകളുണ്ട് ഈ വിമാനവാഹിനി കപ്പലിന്. ആധുനിക യുദ്ധത്തിൽ ഒരു ഹൈപ്പർസോണിക് മിസൈലോ ഒരു സ്റ്റെൽത്ത് ഷാഹിദ് ഡ്രോൺ പുറം റഡാർ വലകൾ കടന്ന് കരിയറിന്റെ തൊട്ടടുത്ത വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ കപ്പൽ അതിന്റെ ആത്യന്തിക പരാജയ സുരക്ഷയെ ആശ്രയിക്കുന്നു. ഇവിടെയാണ് കപ്പലിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഫലാൻസ് ക്ലോസിൻ വെപ്പൺ സിസ്റ്റത്തിന്റെ പ്രവർത്തനം. മരണത്തിന്റെ R2-D2 എന്നാണ് ഈ കപ്പൽ അറിയപ്പെടുന്നത്. നഗ്നനേത്രങ്ങൾക്ക് ഈ സംവിധാനം വിമാനവാഹിനി കപ്പലിന്റെ ഫ്ലൈറ്റ് ഡെക്കിന്റെ അരികിൽ ബോൾട്ട് ചെയ്തിരിക്കുന്ന ഒരു വലിയ വെളുത്ത R2-D2 പോലെ തോന്നും. ഇതൊരു ഐക്കണിക് വെളുത്ത താഴികക്കുടമല്ല, ഒരു ഹൈപ്പർ അഡ്വാൻസ്ഡ് ഡ്യുവൽ ആന്റീന റഡാർ സിസ്റ്റം. തങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയുണ്ടോ എന്ന് ആകാശത്ത് അത് തുടർച്ചയായി നിരീക്ഷിക്കുന്നു. താഴെയുള്ള റാഡോം വരുന്ന മിസൈലിന്റെ കൃത്യമായ പാത ട്രാക്ക് ചെയ്യുന്നു. മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ അതിൽ ലോക്ക് ചെയ്യുന്നു. റഡാർ ഡോമിന് തൊട്ടു താഴെ ബസോ എന്ന ആയുധം. മിനിറ്റിൽ 4500 റൗണ്ട് വെടിയുതിർത്താൻ കെൽപ്പുള്ളവൻ. തുടർച്ചയായതും ഭയാനകവുമായ ഒരാക്രമണത്തിന് ഈ ആയുധം ഉപയോഗിക്കാം. ആകാശത്തേക്ക് ഒരു അക്ഷരാർത്ഥത്തിൽ ഹെവി മെറ്റലിന്റെ വലിയൊരു മതിലാണ് ഈ ആയുധം തീർക്കുന്നത്. ഈ വിമാനവാഹിനി കപ്പലിനുള്ളത് ഒരു ടെർമിനേറ്റർ തലച്ചോറ്. കലാൻസ്കിന്റെ ഏറ്റവും ഭയാനകമായ വശം ഒരു മനുഷ്യനും ട്രിഗർ വലിക്കേണ്ടതില്ല. ഇറാൻ യുദ്ധം പോലുള്ള യുദ്ധ സാഹചര്യത്തിൽ മാക് 3-യിൽ സഞ്ചരിക്കുന്ന ഒരു മിസൈലിനെ തടയാൻ മനുഷ്യന്റെ പ്രതികരണ സമയം വളരെ മന്ദഗതിയിലാണ്. എന്നാൽ സിസ്റ്റം ഓട്ടോണോമസ് മോഡിൽ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഓൺബോർഡ് കമ്പ്യൂട്ടർ തൽക്ഷണം ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയും അത് ട്രാക്ക് ചെയ്യുകയും ചെയ്യും. പൂർണ്ണമായും സ്വയം ഇടപഴകാനും ആക്രമണത്തിൻ്റെ കൃത്യമായ ദിശ തിരിച്ചറിയാനും ഈ സംവിധാനത്തിന് കഴിയും. ക്രൂ തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ ഭീഷണി അവനില്ലാതാക്കും. കവചം തുളയ്ക്കുന്ന ടങ്സ്റ്റൺ പെനട്രേറ്റുകളാണ് ഈ വിമാനവാഹിനി കപ്പലിന്റെ മറ്റൊരു പ്രത്യേകത. ഗാറ്റ്ലിംഗ് തോക്കിൽ നിന്ന് പുറത്തു വരുന്നത് സാധാരണ വെടിയുണ്ടകളല്ല. ഒരു കപ്പൽ വിരുദ്ധ മിസൈലിനെ ശക്തമായി ആക്രമിക്കുന്നതിന് ഈ റൗണ്ടുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അവ വായുവിൽ വാർഹെഡിനെ ഭൗതികമായി വിഘടിപ്പിക്കുന്നു. മിസൈൽ വെടിവെക്കുക മാത്രമല്ല, അതിൻ്റെ സ്ഫോടനാത്മക പെലോഡ് USS ജോർജ് H.W. ബുഷിന്റെ ഹല്ലിൽ ഇടിക്കുന്നതിന് മുൻപ് അതിനെ ബാഷ്പീകരിച്ചു കളയും. IRGC സ്വാമിനെതിരെ ഒരു പ്രതിരോധ നടപടിയായി ഈ വിമാനവാഹിനി കപ്പലിനെ നമുക്ക് കാണാം. ഇറാന്റെ നാവിക സിദ്ധാന്തം കൂട്ടതന്ത്രങ്ങളെയാണ് പ്രത്യേകമായി ആശ്രയിക്കുന്നത്. ഡസൻ കണക്കിന് വില കുറഞ്ഞതും സ്ഫോടക വസ്തുക്കൾ നിറച്ചതുമായ ഫസ്റ്റ് അറ്റാക്ക് ബോട്ടുകളോ കാമിക്കേസ് ഡ്രോണുകളോ ഉപയോഗിച്ച് ഒരു ലക്ഷ്യത്തിന് നേർക്ക് ആദ്യം അവർ ആക്രമണം നടത്തും. ബുഷിലെ ആധുനിക ഫലാൻസ് ഈ കൃത്യമായ ഭീഷണിയെ നേരിടാൻ ശക്തനാണ്. ഫോർവേഡ് ലുക്കിംഗ് ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് പ്രത്യേകം അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു ഈ സംവിധാനം. ഇതിന് അതിൻ്റെ തോക്ക് ബാരൽ തൽക്ഷണം വാട്ടർ ലൈനിലേക്ക് തിരിയാനും നിമിഷങ്ങൾക്കകം ഒന്നിലധികം IRGC സ്പീഡ് ബോട്ടുകളെ യാന്ത്രികമായി ട്രാപ്പ് ചെയ്യാനും സഹായിക്കും. 1 മൈൽ കിൽ സോൺ എന്നാണ് ഈ കപ്പലിനെ ഏറ്റവും കൂടുതലായി വിശേഷിപ്പിക്കുന്നത്. CIWS എന്നത് അടുത്തുള്ള ആയുധം. കപ്പലിന്റെ 1 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ കടന്ന ഭീഷണികളെ മാത്രമേ ഇത് നേരിടൂ. ഫലാൻസ് ഉണർന്ന് വെടിവെക്കാൻ തുടങ്ങിയാൽ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഒരു ആണവ സൂപ്പർ കാരിയറിനെ നശിപ്പിക്കുന്നതിന് അതിന് നിമിഷങ്ങൾ മാത്രം മതി. ശത്രുക്കളുടെ മുന്നിൽ ജലാശയങ്ങളിൽ 6000 US നാവികരെ നിലനിർത്തുന്ന ഏറ്റവും വലിയ ഒഴുകുന്ന അത്ഭുതം. ഇറാന്റെ ഏറ്റവും വലിയ ആയുധപ്പുരകളിലേക്ക് തങ്ങൾ ആക്രമണം ശക്തിപ്പെടുത്തും എന്ന് US പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ ഏറ്റവും ശക്തമായ ആക്രമണ തലത്തിലേക്കാണ് അമേരിക്ക ഇപ്പോൾ കടക്കുന്നത്. ഇറാന് വേണ്ട ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നത് റഷ്യ എന്ന തലത്തിൽ ഇന്ന് രാവിലെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ റഷ്യ നടത്തിയിട്ടില്ല. സൗദി അറേബ്യയിലെ വ്യോമത്താവളങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഇറാൻ മിസൈലുകൾ സൗദി തകർത്തു. ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള ഇറാൻ ആക്രമണം ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. ഇടവേളയിട്ട് ഇറാൻ ആക്രമണങ്ങൾ തുടരുകയാണ്. ഗൾഫിൽ ജനജീവിതം കൂടുതൽ സാധാരണ നിലയിലെത്തി എന്ന് അധികൃതർ പറയുന്നു. കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിച്ചു. ഇറാൻ ആക്രമണത്തെ തുടർന്ന് ദോഹയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിട്ടു എങ്കിലും പ്രവർത്തനം ഭാഗികമായി പുനഃസ്ഥാപിച്ചുവെന്നാണ് അധികൃതർ പറയുന്നത്.
ഇന്നലെ രാത്രിയിലും പകലുമായി ഇസ്രയേൽ നടത്തുന്ന അതിശക്തമായ ആക്രമണങ്ങളാണ് ലോകം ഇപ്പോൾ നിശബ്ദതയോടെ നോക്കിക്കാണുന്നത്. ഇറാന്റെ ടെഹ്റാൻ അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണമായും തകർന്നടിഞ്ഞ നിലയിൽ പൊടിപടലമായി മാറി. ടെഹ്റാനിലെ മിക്ക സർക്കാർ കെട്ടിടങ്ങളും നിലം പൊത്തിയ നിലയിലാണ്. ടെഹ്റാനിലെ മഹ്റാബാദ് വിമാനത്താവളത്തിന് നേർക്കായിരുന്നു ഇസ്രയേൽ ഏറ്റവും ശക്തമായ ആക്രമണം നടത്തിയത്. ഇറാനിൽ ആക്രമണങ്ങളുടെ ഒരു തരംഗം പൂർത്തിയാക്കി എന്ന് IDF പ്രഖ്യാപിച്ചു. 80-ലധികം ഇസ്രയേലി വ്യോമസേന യുദ്ധവിമാനങ്ങൾ ഇന്നലെ രാത്രി നടന്ന ആക്രമണങ്ങളിൽ പങ്കെടുത്തു എന്ന് IDF പറയുന്നു. 1938-ലാണ് മെഹ്റാബാദ് വിമാനത്താവളം നിർമ്മിക്കുന്നത്. ഇത് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി അറിയപ്പെടുന്നു. ഖത്തറിന് നേർക്ക് വന്ന നിരവധി മിസൈൽ ആക്രമണങ്ങൾ തകർത്തു എന്ന് ഖത്തർ അധികൃതർ പറയുന്നു. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം മുറുകുമ്പോൾ സൈബർ ഇടങ്ങളിലൊക്കെ വിവിധ പ്രത്യാരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നു. അമേരിക്കയുടെ കൂറ്റൻ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ആക്രമിച്ച് മുക്കി എന്ന ഇറാന്റെ അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്കൻ സൈന്യം തന്നെ രംഗത്തെത്തി. ഈ വിമാനവാഹന കപ്പൽ പ്രവർത്തിക്കുന്നതിന് ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന് സമീപം ഇറാന്റെ അതിർത്തിയിൽ നിന്ന് 340 കിലോമീറ്റർ അകലെ വെച്ച് എബ്രഹാം ലിങ്കൺ കപ്പലിന് നേരെ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്നാണ് ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചത്. ആക്രമണത്തെ തുടർന്ന് മറ്റ് കപ്പലുകളും അകമ്പടി കപ്പലുകളും 1000-ഓളം കിലോമീറ്ററുകൾ പിൻവാങ്ങിയെന്നും അവർ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു. എന്നാൽ കപ്പൽ പൂർണ്ണ സജ്ജമാണ് എന്ന് മാത്രമല്ല, ലോകം ഭയപ്പെടുന്ന ലോകാവസാന കപ്പൽ എന്നുവരെ വിശേഷിപ്പിക്കുന്ന USSന്റെ 3ാം വിമാനവാഹിനി കപ്പലാണ് ഇപ്പോൾ ഇസ്രയേലിന് നേരെ പാഞ്ഞെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.